ഹലോ വെൽക്കം ടു ചീമാസ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ചീമാസ് കിച്ചണിൽ പഴം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴം വടയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഒരു 3 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു പഴത്തിൽ നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ ആവിയിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഉടച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചതിന് ശേഷം കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. 1/2 കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഷുഗർ വേണം. പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എള്ള് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് കുഴച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം അത് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇത് മാറ്റി വെക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇതിനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കയ്യിൽ എന്തെങ്കിലും എണ്ണയോ മറ്റോ പുരട്ടിയതിന് ശേഷം അതിനെ ഇങ്ങനെ ഒരു ഉരുട്ടി ഒരു ബോൾ രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ വടയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് നടുക്കായിട്ടൊരു ഹോള് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല, നമ്മുടെ മാവ് ലൂസായി പോവും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴംവട ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിന് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാവ് കുഴക്കുന്ന സമയത്തും ഒക്കെ അത് ഹാർഡാവാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. പക്ഷേ നല്ലോണം ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ഇതിന് വേണം. അപ്പോൾ ഞാനിതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുപോലെ നിങ്ങൾ റൈസ് ഫ്ലോറൊക്കെ എടുക്കുന്ന സമയത്ത് പത്തിരിക്കെടുക്കുന്ന നൈസായിട്ടുള്ള നമ്മുടെ അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുട്ടിനൊക്കെ എടുക്കുന്ന പൊടിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും നല്ല രീതിക്ക് കിട്ടില്ല. ഇനി നമ്മൾക്കിതിനെ മറിച്ചിട്ടൊന്ന് കൊടുക്കാം. 2 ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിനൊന്ന് പൊരി മാറ്റണം. കൂടുതൽ സമയം എണ്ണയിൽ വെച്ച് അതിനെ കരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പഴംവട നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചേ വേണ്ടൂ. പെട്ടെന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് പഴംവട എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.